ഇങ്ങനെ മാറിയതിന്റെ പിന്നിലെ രഹസ്യം എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരണേ. അതിൽ വലിയ രഹസ്യമൊന്നുമില്ല പ്രണവേ. ഒറ്റ കാരണമേ ഉള്ളൂ. ആ കാരണത്തിന് നിധി എന്ന് പേര് വിളിക്കും. തളർന്നുപോയ നിമിഷം മുതൽ ഇപ്പോൾ വരെയും എനിക്കൊപ്പം താങ്ങും തണലുമായിട്ട് നിന്നത് നിന്റെ ഏട്ടത്തിയ. ആ സ്നേഹമാണ് എന്നെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവന്നത്. ഏട്ടന്റെ ഈ രഹസ്യം അറിയാത്തോണ്ടല്ല ഞാൻ ചോദിച്ചത്. പക്ഷേ ഈ നാവിൽ നിന്ന് തന്നെ അത് കേൾക്കണമെന്ന് ഒരാഗ്രഹം, അതുകൊണ്ട് ചോദിച്ചെന്നേ ഉള്ളൂ. ഗൗതം ഒരിക്കലും ഇനി ഓഫീസിലേക്ക് പോകരുതെന്ന് ചിലരൊക്കെ ആഗ്രഹിച്ചു. ആ ആഗ്രഹത്തെ ഒന്ന് താഴിട്ട് പൂട്ടണമെന്ന് തോന്നി, അത്രേ ഉള്ളൂ. അതെന്തായാലും സൂപ്പറായി. നീ ഇപ്പോ തീയിൽ കൊടുത്ത ചെടിയാ. ഒരു വെയിലത്തും വാടരുത്. ഇപ്പൊ എനിക്ക് എന്തുമാത്രം സന്തോഷായിന്നറിയോ. എന്റെ മോൻ ഇങ്ങനെ തന്നെ വേണം ആകാൻ. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, കൂടുതൽ കൂടുതൽ ധൈര്യത്തോടെ മുന്നേറണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും നീയാണ് എന്റെ മൂത്ത മകൻ. അത് മനസ്സിൽ എപ്പോഴും വേണം. പേഴ്സണൽ മാറ്ററില് ആടാതെ ഉലയാതെ നിൽക്കുന്നതാണ് ഒരു ബിസിനസ്മാന്റെ നല്ല ലക്ഷണം. ഇനിയെങ്കിലും ഇങ്ങനെ തളർന്നു പോവാതിരിക്കുക. നിന്നെ ഞാനാണ് വളർത്തിയത്. എങ്ങനെ ജീവിക്കണമെന്ന് നിന്നെ പഠിപ്പിച്ചതും ഞാനാണ്. ആ നീ തോറ്റാൽ പരാജയപ്പെട്ടു പോകുന്നത് വസുന്ധരയാണ്. ഞാൻ ഒറ്റയ്ക്കാണ് ജീവിതത്തോട് മല്ലടിക്കാൻ തുടങ്ങിയത്. വട്ടപൂജ്യത്തിൽ നിന്ന് തുടങ്ങി ബിസിനസ്സിലെ മുൻപന്തിയിലെത്തിയതും ഒട്ടനവധി പ്രതിബന്ധങ്ങളെ നേരിട്ടുകൊണ്ട് മാത്ര. ഇതിനിടയിൽ എന്തൊക്കെ പരിഹാസങ്ങൾ, ആക്ഷേപങ്ങൾ. ഞാൻ തളർന്നു പോയിരുന്നെങ്കിലോ? സോ forget the past. Okay? Okay, ഇപ്പൊ കാണിക്കുന്ന ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, അതൊരിക്കലും കൈവിടാതിരിക്കുക.